തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഏറെ പ്രചാരമുള്ള വാക്കാണ് പാലംവലി. വോട്ട് ചോർച്ച, അട്ടിമറി, കാലുവാരൽ, അടിയൊഴുക്ക് എന്നൊക്കെ പാർട്ടി അന്വേഷണ റിപ്പോർട്ടുകളിൽ ഇതിനെ വിശേഷിപ്പിക്കും. കൂടെ നിന്ന് വോട്ടെതിർ സ്ഥാനാർത്ഥിക്ക് കുത്തുന്ന ഏർപ്പാടാണ് പാലംവലി എന്നറിയപ്പെടുന്നത്. കേരള രാഷ്ട്രീയ ചരിത്രത്തോളം പഴക്കമുള്ള പാലംവലിക്ക് EMS മുതൽ പിന്നീടുള്ള പ്രമുഖ നേതാക്കൾ വരെ ഇരയായിട്ടുണ്ട്. 1996 VS അച്യുതാനന്ദന്റെ മാരാരിക്കുളം തോൽവിയാണ് ഇതിലേറ്റവും പ്രശസ്തമായത്. ഇത് മാരാരിക്കുളം സിൻഡ്രോം എന്ന പേരിൽ അറിയപ്പെട്ടു. ഇടതുമുന്നണി അധികാരത്തിലേക്ക് വരുമെന്ന് ഉറപ്പായ തെരഞ്ഞെടുപ്പിൽ VS മുഖ്യമന്ത്രിയാകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു. എന്നാൽ പാർട്ടിയുടെ ഉറച്ച കോട്ടയായ മാരാരിക്കുളത്ത് VS അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടു. CPM-ലെ തന്നെ ഒരു വിഭാഗം വോട്ട് മറച്ചതാണ് ഈ വീഴ്ചയ്ക്ക് പിന്നിലെന്ന് ഇന്നും വിശ്വസിക്കപ്പെടുന്നു. VS വീണതോടെ EK നായനാർ മുഖ്യമന്ത്രി പദവിയിലേക്ക് അപ്രതീക്ഷിതമായി എത്തിച്ചേർന്നു. 2011 VS സർക്കാരിന് ഭരണ തുടർച്ച പ്രതീക്ഷിച്ച കാലത്ത് കപ്പിനും ചുണ്ടിനുമിടയിൽ ഭരണം നഷ്ടപ്പെട്ടത് പാർട്ടി പാലം വലിച്ചത് കൊണ്ടാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. K കരുണാകരനും മക്കളും പാലംവലിയിൽ വീണ കഥകൾ ഏറെയുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്ന് വിളിക്കപ്പെടുന്ന കരുണാകരൻ സ്വന്തം പാളയത്തിലെ ഗ്രൂപ്പ് പോരിന് ഇരയായിട്ടുണ്ട്. കോൺഗ്രസിലെ AI ഗ്രൂപ്പ് വൈരം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് 1996 തന്റെ തട്ടകമായ മാളയിൽ കരുണാകരൻ പരാജയപ്പെട്ടു. K മുരളീധരനും പത്മജിയും പലപ്പോഴും സ്വന്തം പാർട്ടിക്കുള്ളിലെ പാലംവലിയുടെ ഇരകളായി. മുരളീധരന്റെ വടക്കാഞ്ചേരിയിലെ പരാജയവും 2006 UDF സഖ്യത്തിലായിട്ടും കൊടുവള്ളിയിൽ നേരിട്ട തിരിച്ചടിയും ഉദാഹരണമാണ്. തൃശൂരിലും ചരിത്രം ആവർത്തിച്ചു. PM മുഹമ്മദ് റിയാസിന്റെ 2009 കോഴിക്കോട് ലോക്സഭാ സീറ്റിലെ തോൽവിയാണ് മറ്റൊന്ന്. CPM-ലെ വിഭാഗീയത ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയമായിരുന്നു അത്. ഒരു വിഭാഗം പ്രവർത്തകർ കാണിച്ച നിസ്സംഗതയും വോട്ട് ചോർച്ചയുമാണ് റിയാസിനെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നിലെ കാരണമെന്ന ആരോപണം ഉയർന്നിരുന്നു. റിയാസ് MK രാഘവനോട് തോറ്റത് വെറും 838 വോട്ടുകൾക്കാണ്. MK രാഘവനും അന്ന് കോൺഗ്രസിനുള്ളിൽ നിന്ന് കാലുവാരലിന് ഇരയായിരുന്നു എന്നത് മറ്റൊരു ചരിത്രം.